So welcome to the stage. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. ഫസ്റ്റ് ടൈം ഒരു മലയാളം ഫിലിമിൽ വന്നിട്ട് ഒരു ഹീറോ ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൽ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ്, ഉറുമി, ഡബിൾ ബാരൽ, ഗ്രേറ്റ് ഫാദർ, അങ്ങനത്തെ പോലുള്ള പടത്തിൽ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു കറക്റ്റായ ഒരു മലയാളം പടം ചെയ്യണം. അത് കറക്റ്റായി ഓഡിയൻസിന് റീച്ച് ആവണം. അതിന് വെയിറ്റ് ചെയ്തിട്ട് കുറെ കാലമായി. ഇപ്പോൾ ഇത് കറക്റ്റായ ഒരു പടം എനിക്ക് കിട്ടി. സോ അത് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക്സ് ടു മുരളിഗോപി സർ ആൻഡ് കൃഷ്ണകുമാർ സർ. ഈ സ്ക്രിപ്റ്റ് എന്നോട് പറഞ്ഞ ഉടനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് കേട്ട ഉടനെ തന്നെ ഞാൻ ഡിസൈഡ് ചെയ്ത് ഞാൻ വന്ന് ഈ പടം എന്തായാലും ചെയ്യണമെന്ന്. വൺ തിങ് ഇസ് ദാറ്റ് ഈ the script demanded a lot of characters in the film. ഇപ്പോൾ കാണുന്ന എല്ലാ ആർട്ടിസ്റ്റും, വിജയരാഘവൻ സർ, ഇന്ദ്രൻ സർ, ദേവമോഹൻ, മുരളി ചേട്ടൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, പണി ശരത്, ശാന്തി, എവറിബഡി, ഓൾ ദ ക്യാരക്ടേഴ്സ് ഇൻ ദ ഫിലിം വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. മുരളി സാറിന്റെ റൈറ്റിംഗ് ഒക്കെ വെച്ചാൽ എല്ലാം ഒவ்வொரு ക്യാരക്ടറും വന്നിട്ട് വളരെ ഡെപ്തിൽ എഴുതിയ ക്യാരക്ടേഴ്സാണ്. ആ ക്യാരക്ടേഴ്സിന്റെ കൂടെ ഈ വെട്രി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഒരു തമിഴ് ക്യാരക്ടർ, അവരെ ലൈഫിൽ വരുന്ന അതിനു ശേഷം അവിടെ നടക്കുന്ന ഒരു സംഭവങ്ങൾ, അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അവരെ ലൈഫിൽ വരുന്ന ചേഞ്ചസ്, ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഡ്രോപ്പിലുള്ള ഒരു പ്രോപ്പർ ആക്ഷൻ ഡ്രാമ ഒരു ഫിലിം. സോ ഐ തോട്ട് ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് മലയാളത്തിൽ ഒരു ഹീറോ ആയിട്ട് ലോഞ്ച് ചെയ്യാനുള്ള ഒരു പടം. എന്നെ പോലെ ഈവൻ അജനീഷ് ഈസ് ഗെറ്റിംഗ് ലോഞ്ച്ഡ് ഇൻ this film. So very happy brother, we both are getting launched. So because ee padathil, like you said, the music is a very important part of the film. So I think Krishnamar sir vanda ee padam parna shesham, I think first choice was namakku Ajinish vechittu ee padathil music cheyanam, Kantara effect vanam. So that was the thing. And Yuva, the cameraman, na rendu moonu padam cheyidittunde. So I knew what Yuva is capable of. ഒരു വെരി ആർട്ടിസ്റ്റിക് പേഴ്സൺ, നല്ലൊരു ക്യാമറാമാൻ, വെരി എഫിഷ്യൻറ്റ് ക്യാമറാമാൻ, വെരി എക്സ്പെരിമെൻറ്റിങ് ക്യാമറാമാൻ. സോ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വളരെ ധൈര്യമായിട്ട് ചെയ്യുന്ന ഒരു ക്യാമറമാനാണ് യുവ. ആൻഡ് ആർട്ട് ഡയറക്ടർ രഞ്ജിത്ത്. സോ ആൻഡ് സൗണ്ട്, ഇപ്പോൾ ട്രെയിലർ കാണുമ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം മിക്സ് ചെയ്തിട്ട് കാണുന്നത് വിഷ്ണു ഹിയർ. Fantastic work, brothers. Really loved it. And your editor Rohit. So ഒരു ഭയങ്കര ഒരു ഹൈലി ക്വാളിഫൈഡ്, ഹൈലി ടാലന്റഡ് ടെക്നിക്കൽ ടീമാണ് ഈ പടം ചെയ്തിട്ടുള്ളത്. സോ മുരളി സാർ എഴുതിയ സ്ക്രിപ്റ്റ് വളരെ വാസ്റ്റ് ആയ ഒരു സ്ക്രിപ്റ്റാണ്. സോ ദാറ്റ് ആ സ്ക്രിപ്റ്റ് പ്രോപ്പറായി സ്ക്രീനിലേക്ക് ട്രാൻസ്ലേറ്റ്, ഹാറ്റ്സ് ഓഫ് ടു കൃഷ്ണകുമാർ സർ. ഇറ്റ്സ് നോട്ട് ഈസി. വാട്ട് മുരളി സാർ എഴുതുന്നത് കറക്റ്റായി ആ ഫീലിൽ, ആ ഇമോഷനിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ആൻഡ് ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ മുരളി സാർ എവറി ഡേ ഷൂട്ടിങ് വരും. ഷൂട്ടിങ് വന്നിട്ട് ആ സീൻ അത് എഴുതിയ പോലെ അത് ട്രാൻസ്ഫർ ആയിട്ടുണ്ടോ, അത് ഇമോഷൻ കൺവേർട്ട് ആയിട്ടുണ്ടോ എന്ന് ഹിൽ ചെക്ക്. മുരളി സാർ ഇല്ലാത്ത സീനിലും വന്ന് ഞാൻ അഭിനയിക്കുമ്പോൾ മുരളി സാർ വന്ന് പറയും, ഇല്ല ഞാൻ എഴുതിയത് ഇങ്ങനെയാണ്, നീ ഈ റിയാക്ഷൻ കൊടുക്കുക, അങ്ങനെ പറഞ്ഞ്. സോ ആ ഒരു ഇൻവോൾവ്മെന്റ്, ആ ഒരു കെയർ, ആ ഒരു എഴുതിയത് ഇത്ര ദൂരം നമ്മ ഓഡിയൻസിനെ റീച്ച് ആവണമെന്നുള്ള ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ് രണ്ടുപേരും. സോ താങ്ക് യു സർ. ഐ എം റിയലി ബ്ലെസ്ഡ് ഇങ്ങനെ ഒരു പടം ചെയ്യാനില്ല. എൻ്റെ ക്യാരക്ടറിന് പെർഫോമൻസ് വൈസ് ഐ തിങ്ക് വാട്ട് എവർ ഐ ഡിഡ്, കൃഷ്ണ മേഡ് ഇറ്റ് ബെറ്റർ ലൈക്ക് 3-4 times ഈസിലി. സോ എൻ്റെ മാത്രമല്ല, എല്ലാ ക്യാരക്ടേഴ്സിനെയും ഭയങ്കരമായിട്ട് ഫോളോ ചെയ്തിട്ട് വളരെ സ്ട്രെനുവസ് ആയ ഷൂട്ടിംഗ് ആയിരുന്നു, ഷൂട്ടിംഗ് ടൈം. ബട്ട് കൃഷ്ണകുമാർ സർ ഇസ് നെവർ ഫെൽറ്റ് സ്ലീപ്പി ഓർ ടയർഡ് ഓർ നത്തിങ്. 24 hours എനർജിയിൽ ഇരിക്കുന്ന ഒരേ ആൾ. ഫുൾ നൈറ്റ് ഷൂട്ട് ചെയ്ത് രാവിലെ 5 o'clock ലാസ്റ്റ് ഷോട്ടിൽ നമ്മൾ ടയേർഡ് ആയിട്ട് ഇരിക്കുമ്പോൾ സർ ഇത് 1 more ഇതിന്റെ ജസ്റ്റ് ഒരു ബെറ്റർമെന്റ് ഒന്നും കിട്ടണേ, നമുക്ക് ഒരു ഷോട്ട് പോവുക. സോ നമ്മൾ പൊതുവെ എല്ലാവരും ഷൂട്ടിംഗ് ടൈമിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു മാറ്റർ, എങ്ങനെയാണ് ഈ കൃഷ്ണകുമാർ സാറിന് ഇത്രയും എനർജി, സോ ഡെഡിക്കേറ്റഡ് ടു ഹിസ് ക്രാഫ്റ്റ്. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്.
അങ്ങനെ ഒരു അത്രയും സ്നേഹിച്ച് അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് കൃഷ്ണകുമാർ. സോ അതിന്റെ ഔട്ട്പുട്ടാണ് ഇപ്പൊ യു ആർ സീയിങ് ഓൺ സ്ക്രീൻ. സോ ഇപ്പൊ ഞാൻ പടം കാണുമ്പോഴും ഇതേ ഇന്റൻസിറ്റിയിൽ ഇതേ സ്കെയിലാണ് ഫുൾ പടം ഉണ്ടായത്. സോ ഒരു സീനും ഒരു ഷോട്ട് പോലും നമ്മൾ ഈസി ആയിട്ട് എടുക്കണം. അത് ഒவ்வொரு ഷോട്ടും എന്തെങ്കിലും ഒരു കഥ കൺവേ ആവണം. ആ റൈറ്റിങ്ങിലില്ല, ഒരു പേസ് കൺവേ ആണെന്നില്ല, തോട്ടോട് കൂടിയാണ് എല്ലാ ഷോട്ടും എടുത്തിട്ടുള്ളത്. സോ ഐ തിങ്ക് വെരി ഹാപ്പി വിത്ത് ദ ഔട്ട്പുട്ട്. സോ ആൻഡ് താങ്ക്സ് ടു മൈ ഫ്രണ്ട് ആൻഡ് മൈ ബ്രദർ വിനോദ് കുമാർ ഫോർ മേക്കിംഗ് ദിസ് ഫിലിം. ഇത്രയും പൈസ ഇട്ടിട്ട് ഇത്രയും വലിയൊരു പടം മലയാളത്തിൽ ചെയ്യാൻ, അത് ഞാൻ ഫസ്റ്റ് ടൈം ഒരു ഹീറോ ആയിട്ട് ചെയ്യുന്നത്. ഐ തിങ്ക് nobody will do it. So he had the confidence on Murli sir and Krishnamma sir. So all his confidence എന്തായാലും അതൊരു വലിയൊരു സക്സസിൽ കൊണ്ടുപോയി നിൽക്കുന്നു എനിക്ക് ഉറപ്പുണ്ട്. സെയിം ടൈം ഗോപാലൻ സർ, ഗോകുലം ഫിലിംസ്, ഇറ്റ്സ് എ ഹ്യൂജ് സപ്പോർട്ട് ഫോർ ദിസ് ഫിലിം. ഇപ്പോൾ ഇത്രയും വലിയ പടം ഒരു കറക്റ്റായ റിലീസ്, കറക്റ്റായ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഗോകുലം സാർ കെയിം ഫോർവേഡ്, സോ ദ ഫിലിം. അവർ വളരെ ഇഷ്ടപ്പെട്ട് ഇത് എന്തായാലും നമ്മൾ ചെയ്യണം, നമ്മൾ ബാനറിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചെയ്ത പടമാണത്. സോ താങ്ക്സ് ടു ഗോപാലൻ സാർ ഫോർ സപ്പോർട്ടിങ് us and looking forward to a great release. Thank you. അസാധാരണമായി നമ്മുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുന്ന നടൻ, നമ്മളുടെ സ്വന്തം മലയാളികളുടെ സ്വന്തം ഇന്ദ്രൻ സേഠനെ ഏറെ സ്നേഹപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു കൈയടികളോടും കൂടെ തന്നെ ഇന്ദ്രൻ സേഠനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. സദസ്സിലുള്ള എല്ലാവർക്കും നമസ്കാരം. വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് എല്ലാവർക്കും ഞാനും അനന്തൻ കാട്. എനിക്ക് ഒരു വലിയ ക്യാരക്ടറാണ്. എല്ലാ നടന്മാർക്കും ഒപ്പം നിൽക്കാൻ ത്രാണിയുള്ള ഒരു കഥാപാത്രം തന്നിട്ടുണ്ട്. അത് ഒരുപാട് ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. പടത്തിനെല്ലാ വിജയവും ആശംസിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തും. താങ്ക് യു സോ മച്ച് ഇന്ദ്രൻ ചേട്ടാ. നമ്മളുടെ പാൻ ഇന്ത്യൻസ് ഓഡിയൻസിന്റെ ഇടയിൽ വളരെയധികം ശ്രദ്ധ നേടിയ നമ്മുടെ യുവജനങ്ങളുടെ, നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ സ്റ്റാർ ആയിട്ടുള്ള ദേവ് മോഹൻ സാറിനെ അടുത്തതായി ഒരു വേദിയിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. Ladies and gentlemen, with a round of applause, let's welcome our young star Dev Mohan to share a few words with us. എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ടാണ് ഈ സിനിമയിലേക്ക് എനിക്ക് കോൾ വന്നത്. കൃഷ്ണകുമാരേട്ടൻ ടിയാന് ശേഷം ചെയ്യുന്ന സിനിമ എന്നാണ് പറഞ്ഞത്. ടിയാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ കഥ കേൾക്കാൻ പോയത്. അവിടെ ചെന്നപ്പോൾ കൃഷ്ണകുമാരേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ടിയാന് ശേഷം ഞാനും മുരളിച്ചേട്ടനും ഒന്നിക്കുന്ന സിനിമയാണ്. അത് വേറൊരു സർപ്രൈസ് എലമെന്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറെ നേരം ടിയാനെ പറ്റി സംസാരിച്ചു. അത് കഴിഞ്ഞ് കൃഷ്ണകുമാരേട്ടൻ സിനിമയുടെ കഥ പറഞ്ഞു തുടങ്ങി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മുരളിച്ചേട്ടൻ ജോയിൻ ചെയ്തു. പിന്നെ ചേട്ടനാണ് ആ കഥ പറഞ്ഞു തന്നത്. ചേട്ടൻ്റെ നരേഷൻ ഞാൻ ഇതുവരെ കേട്ടതിൽ ഏറ്റവും ബെസ്റ്റ് നരേഷനാണ്. നമ്മൾ വേറൊരു വേൾഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും. അപ്പൊ ചേട്ടൻ എന്നോട് പറഞ്ഞു, എനിക്ക് തരുന്ന കഥാപാത്രത്തിന്റെ പേര് മുരളി എന്നാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് സിനിമയിൽ എൻ്റെ പേര് അങ്ങനെ വിളിച്ച് കേൾക്കുന്നത് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ സിനിമ നടക്കുന്നത് ട്രിവാൻഡ്രത്താണ്. അപ്പൊ ട്രിവാൻഡ്രത്തുകാർ എങ്ങനെയാണ് മുരളിച്ചേട്ടനെ പണ്ട് വിളിക്കുന്നത്, ആ രീതിയിൽ തന്നെ എനിക്ക് കേൾക്കണം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഈ സിനിമയിലെ ഓരോ ക്യാരക്ടേഴ്സിനെ പറ്റി ചേട്ടൻ പറഞ്ഞു. ആര്യസാറി എന്ന ക്യാരക്ടർ ആണെങ്കിലും, ഇന്ദ്രൻ സേട്ടൻ്റെ ആണെങ്കിലും, ശരത്തിന്റെ ആണെങ്കിലും, ശാന്തിയുടെ, നിഖിലയുടെ. സോ അത്രയും കാസ്റ്റ് ആൻഡ് ക്രൂ ഉള്ള ഒരു വലിയ സിനിമയുടെ ഭാഗമാവണമെന്ന് അപ്പൊ തന്നെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അപ്പൊ ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഫീഷ്യലി കൺഫേം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ ഞാൻ ഇരുന്നത്. അപ്പൊ ഞാൻ കൃഷ്ണകുമാരുടെ അടുത്തും ചേട്ടാ ഇത് എനിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പൊ പറഞ്ഞു അതെയോ നമ്മളിത് ചെയ്യുന്നു. അപ്പൊ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഈ ക്യാരക്ടർ ദേവിനെ ഇതേവരെ കണ്ട ഒരു ലുക്ക് ആൻഡ് ഫീൽ അല്ല നമ്മൾ പ്രസന്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഈ കഥാപാത്രത്തിന്റെ ചുറ്റുപാട് അങ്ങനെയാണ്. അപ്പൊ ഞാനും ഭയങ്കര എക്സൈറ്റഡ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം.
കാരണം പൊതുവെ എല്ലാവർക്കും ഒരു ധാരണ എങ്ങനെയാണ് ഈ ഒരു ലുക്ക് ആൻഡ് ഫീലിലേക്ക് എന്നെ കൊണ്ടുവരാൻ പറ്റാവുന്നൊരു, ഞാനും അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ബിഫോർ ദാറ്റ്. അപ്പോ ഷൂട്ടിന് 2 ദിവസം മുമ്പ് നമ്മളൊരു ലുക്ക് ടെസ്റ്റ് പോലെ ചെയ്തു. അത് ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങിയതിന്റെ സെക്കൻഡ് ഡേ ചേട്ടൻ എനിക്കൊരു സ്റ്റിൽ ഫോട്ടോ കാണിച്ചു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച കഥാപാത്രം, ഇതിനെ ഒന്ന് ഫോളോ ചെയ്ത് പോയാൽ മതി. അതൊരു വലിയൊരു സപ്പോർട്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ജേർണിയിൽ. ആൻഡ് ഒരു വലിയ സിനിമയുടെ ഭാഗമാവുക എപ്പോഴും ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് പ്രത്യേകിച്ച് മുരളിച്ചേട്ടൻ്റെ ഒരു സ്ക്രിപ്റ്റിൽ വളരെ ഡെപ്തുള്ള ഒരു കഥാപാത്രം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹം കൂടിയാണ്. സോ എ ബിഗ് താങ്ക്സ് ടു ചേട്ടാ, മുരളി ചേട്ടാ ആൻഡ് കൃഷ്ണകുമാരേട്ടാ ഫോർ കോളിംഗ് മീ. പിന്നെ ഇന്ദ്രൻ സൈഡിനായിട്ട് ഇതിനു മുമ്പ് ഞാൻ 1-2 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പോ കുറച്ചു നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ചു, എന്താണ് അനന്തങ്കാട് സിനിമ ചെയ്യുന്നതിൽ എൻ്റെ ഇടയിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയി ഉണ്ടായ ഒരു കാര്യം എന്ന് ചോദിച്ചു. അപ്പോ ഒരു ദിവസം ഇന്ദ്രൻ സൈനും ഞാനും ഒരേ കാരവന്റെ 2 ഡോർസാണ് ഷെയർ ചെയ്തിരുന്നത്. അപ്പൊ ഞങ്ങളുടെ നടുക്കൊരു ഡോറുണ്ട്, അത് എപ്പോഴും ഓപ്പൺ ആയിട്ടാണ് കിടക്കാറ്. അപ്പൊ ഒരു ദിവസം ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇന്ദ്രൻ സേട്ടൻ എന്തോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് കാണും. അപ്പൊ ഞാൻ എൻ്റെ ഫോണിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ചേട്ടൻ്റെ അടുത്തേക്ക് പോയി. അപ്പൊ ചേട്ടൻ പറഞ്ഞു, ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് വിട്ടു, അത് ഞാൻ സ്റ്റിച്ച് ചെയ്യാണ്. അവിടുന്ന് ഞങ്ങൾ ഇങ്ങനെ സിനിമയെ പഴയ കാലത്തെ സിനിമകളിൽ എങ്ങനെയായിരുന്നു കോസ്റ്റ്യൂം ചെയ്തിരുന്നത്, അതെല്ലാം ചേട്ടൻ ഏകദേശം 100ഓളം സിനിമകൾക്ക് കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് ചോദിച്ചു, ചേട്ടാ എനിക്കൊരു ഷർട്ട് സ്റ്റിച്ച് ചെയ്ത് തരുമോ ഉദ്ദേശിച്ചു. പിന്നെന്താ, എനിക്ക് ഇഷ്ടമുള്ളൊരു തുണി വെച്ചിട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞു. വെരി നെക്സ്റ്റ് ഡേ ഞാൻ ഒരു ക്ലോത്ത് വാങ്ങിച്ചു, ചേട്ടന് കൊടുത്തു. ചേട്ടൻ തന്നെ എല്ലാ മെഷർമെന്റും എടുത്തു. വെരി നെക്സ്റ്റ് ഡേ രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞു, ദൈവം അവിടെ ഞാനൊരു സാധനം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ചേട്ടൻ തയ്ച്ചു തന്ന ഒരു ഷർട്ടായിരുന്നു. സോ അത് എത്രത്തോളം വിലയുള്ളതാണെന്ന് എനിക്ക് പറയാനറിയില്ല. എന്നിട്ട് ചേട്ടാ ബിഗ് താങ്ക്സ് ഫോർ ദാറ്റ്. അത് ഒരു ഏറ്റവും നല്ല ഒക്കേഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. സോ അതൊരു ഒരിക്കലും എനിക്ക് ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ് ആണ്. താങ്ക് യു സോ മച്ച്. സോ ഏകദേശം ഒരു 120ഓളം ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു ഈ സിനിമയിൽ. അത് എല്ലാവരുടെയും വലിയൊരു എഫേർട്ട് ഇതിന്റെ പുറകിലുണ്ട്. ഇനി നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. എല്ലാവരും സിനിമ കണ്ട് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. Thank you, Mr. Devmohan sir. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ വി ഓൾസോ ഗോ ടു ദാറ്റ് ഇന്ദ്രൻ ചേട്ടൻ്റെ ആ ഒരു സ്വീറ്റ് മൊമെന്റ് പറഞ്ഞപ്പോൾ എത്രത്തോളം ഇമോഷണൽ ആയെന്ന്. ആൻഡ് വി ആർ ഓൾസോ സൂപ്പർ എക്സൈറ്റഡ് ടു സീ വിത്ത് എ ഡിഫറെൻറ്റ് റോൾ. അപ്പോൾ നമ്മളും കാത്തിരിക്കുകയാണ് ഒരു മൊമെന്റിനായിട്ട്. സോ അടുത്തതായി ഞാൻ ഈ ഒരു വേദിയിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ വ്യത്യസ്തകരമായ സ്റ്റേജ് പ്രസൻസ് കൊണ്ടും എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് കൊണ്ടും നമ്മളുടെ ഇവരുടെയും മനം കവർന്ന നമ്മളുടെ സ്വന്തം അപ്പാനി ശരത് ചേട്ടനെ ഏറെ സ്നേഹപൂർവ്വം ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പാനി ശരത് സർ, പ്ലീസ് ജോയിൻ us on the stage. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഒരു നന്ദി പറഞ്ഞത് കൊണ്ടാണ് എൻ്റെ വാക്കുകൾ ആരംഭിക്കുന്നത്. കാര്യം എന്നെ ഈ സിനിമയിലേക്ക്, എൻ്റെ ഈ കഥാപാത്രം എനിക്ക് നൽകി, എന്നെ വിശ്വസിച്ച് എന്നെ ഈ സിനിമയിലേക്ക് ക്ഷണിച്ചത് എൻ്റെ മുരളിച്ചേട്ടനാണ്. മുരളിച്ചേട്ടനോടാണ് ആദ്യം എനിക്ക് നന്ദി പറയേണ്ടത്. ചേട്ടാ, ഒരുപാട് നന്ദി. എൻ്റെ സിനിമയുടെ എൻ്റെ പ്രിയ സംവിധായകൻ കൃഷ്ണകുമാർ സാറിനോട് നന്ദി. പിന്നെ പ്രൊഡക്ഷൻ ഹൗസ്, മറ്റ് എൻ്റെ കോ ആക്ടേഴ്സ് ആര്യ സാർ, എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തിലാണ് ഞാൻ. എൻ്റെ കരിയറിലുള്ള ഞാൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ വർഷത്തിനിടയിൽ എൻ്റെ കരിയറിൽ ഏറ്റവും എൻ്റെ ഹൃദയത്തിനോട് ചേർത്തടിച്ചു വയ്ക്കുന്ന ഒരു ക്യാരക്ടറാണ് ജാക്സൺ എന്ന എൻ്റെ കഥാപാത്രം. ഉറപ്പായിട്ടും ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിലെ കഥാപാത്രങ്ങൾ, എല്ലാ കഥാപാത്രങ്ങളെയും നിങ്ങൾ സിനിമ കണ്ട് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നിങ്ങളെ ഓർമ്മകൾ ഉണ്ടാകുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. എൻ്റെ അങ്കമാലി ഡയറീസ് മുതൽ നിങ്ങളെല്ലാവരും എൻ്റെ പെർഫോമൻസ് കണ്ടതാണ്. അപ്പോൾ കുറേ കുറ്റങ്ങളും അല്ലെങ്കിൽ കുറേ നല്ലതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാത്തിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും ഈ സിനിമയ്ക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. എല്ലാവരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും കൂടെ തന്നെ കാണണം. ഞങ്ങൾ ഒരുപാട് പേരുടെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടും ഒരുപാട് നാളത്തെ പ്രതീക്ഷയാണ് ഈ സിനിമ. അപ്പോൾ ഈ വരുന്ന 25-ാം തീയതി തിയേറ്ററുകളിൽ സിനിമ എത്തുമ്പോൾ അന്ന് തന്നെ അനന്തൻകാട് കണ്ട് നിങ്ങൾ അഭിപ്രായം പറയണം.
ഒരിക്കൽ കൂടി ഈ സിനിമയിൽ എൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. നമ്മളുടെ അനന്തൻ കാട് എന്ന മൂവിക്ക് വേണ്ടി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ ചേർന്നിരിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഏറെ സ്നേഹപൂർവ്വം നമുക്ക് ഇവർക്കും പ്രിയങ്കരയായ അഞ്ജലി നായർ മാമിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയടികളോടുകൂടെ തന്നെ നമുക്ക് മാമിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഒരു വലിയ നല്ല കാസ്റ്റ് ആൻഡ് ക്രൂവിനോടൊപ്പം ഒരു റോൾ എനിക്കും ലഭിച്ചതിൽ ഒരുപാട് സന്തോഷം. അതും വെറുതെ ഒരു റോളല്ല, മുരളിയേട്ടൻ്റെ വൈഫിൻ്റെ റോളാണ്. അത് സോ ബ്ലെസ്ഡ് ടു. ദൃശ്യം 2 തന്നെ ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു അദ്ദേഹത്തിനോടൊപ്പം ആ ക്യാരക്ടർ ചെയ്തതിൽ. ബട്ട് അതിനുശേഷം ഇങ്ങനത്തെ ഒരു കഥാപാത്രം എന്നെ വിശ്വസിച്ച് തന്ന മുരളിയേട്ടനും കൃഷ്ണകുമാരേട്ടനും ഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂവിന് ഒരുപാട് സന്തോഷം. ആൻഡ് ആസ് വി ഓൾ സെഡ്, 25th ഈ സിനിമ റിലീസാകുമ്പം എല്ലാവരും വരണം, കാണണം, അഭിപ്രായം അറിയിക്കണം, വിജയിപ്പിക്കണം. താങ്ക് യു സോ മച്ച്. So much, ma'am. Actor, presenter, entertainer, ഏതൊരു റോള് ചെയ്താലും തൻ്റേതായിട്ടുള്ളൊരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ഒരു ആർട്ടിസ്റ്റിനെയാണ് നെക്സ്റ്റ് ഈ ഒരു വേദിയിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വിത്ത് എ റൗണ്ട് ഓഫ് അപ്ലോസ്, ലെറ്റ്സ് വെൽക്കം സാബു മോൻ സർ ഓൺ ടു ദി സ്റ്റേജ്. സാബു ചേട്ടാ, ഏറെ സ്നേഹപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സാബു ചേട്ടൻ ഈ ഒരു മൊമെന്റിൽ നമ്മോടൊപ്പം ഇവിടെ ഇല്ല, ഉടനെ തന്നെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ next I would like to invite our sweet and our dearest actor, നമുക്ക് ഏവർക്കും പ്രിയങ്കരയായ ശാന്തി ചേച്ചി ഓൺ ടു ദ സ്റ്റേജ്. ഏറെ സ്നേഹപൂർവ്വം നല്ലൊരു കയ്യടികളോട് കൂടെ തന്നെ ശാന്തി മാമിനെ നമുക്ക് ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. വളരെ പാഷനേറ്റും അതുപോലെ തന്നെ നാച്ചുറൽ ആക്ടിങ്ങും നമ്മളുടെ അടുത്ത് ജയ് ചേട്ടൻ പറഞ്ഞതുപോലെ ഓരോ മൊമെന്റും ക്യാപ്ചർ ചെയ്യുമ്പോൾ നമ്മളുടെ മനം കവരുന്ന വ്യക്തി തന്നെയാണ് മാം. ദ സ്റ്റേജ് ഇസ് യോഴ്സ്. ഗുഡ് ഈവനിങ്. ഇതുപോലെ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് ഇത്രയും റോ ആൻഡ് ഇൻറ്റൻസ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കിട്ടിയത്. ആസ് എൻ ആക്ടർ, ഐ തിങ്ക് എല്ലാ ആക്ടേഴ്സിൻ്റെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് മുരളിച്ചേട്ടൻ എഴുതിയ ഒരു കഥാപാത്രം അവതരിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കൃഷ്ണകുമാരേട്ടനും മുരളിച്ചേട്ടനും ഭയങ്കര ക്ലിയർ ആയിരുന്നു കാർത്തി എന്ന ക്യാരക്ടർ എങ്ങനെയാണ് കഥയിൽ അവരുടെ ഇമോഷൻസ് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്, അവർ കഥയിൽ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് രണ്ടുപേർക്കും ഭയങ്കര വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് അവരോട് കൊളാബറേറ്റ് ചെയ്യുക എന്നുള്ളതിലായിരുന്നു. പിന്നെ സൗത്ത് ഇന്ത്യയിലെ പല ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്ന പ്രഗത്ഭരായ ആക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയായിരുന്നു ഇത്. ആര്യ സാർ ആണെങ്കിലും സുനിൽ സാർ ആണെങ്കിലും പിന്നെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലെ ഏറ്റവും പേരെടുത്ത ആക്ടേഴ്സ് ആണെങ്കിലും ഇവരുടെ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അനന്തൻകാടിലൂടെ എനിക്ക് കിട്ടിയത്. കുറേ നാളായി ഈ സിനിമ റിലീസിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു. അപ്പോൾ ഇത് ഫൈനലി ഓഡിയൻസിലേക്ക് എത്തുവാണ്. ഇങ്ങനത്തെ ഒരു വലിയ ക്യാൻവാസിലുള്ള ഒരു മലയാള സിനിമ ഇറങ്ങിയിട്ട് കുറച്ചായി എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ഓൺ എ ബിഗ് ക്യാൻവാസ്, ഒരു പ്രോപ്പർ എൻ്റർടൈനർ ആണ് ഞങ്ങൾ 25-ാം തീയതി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണും, തിയേറ്ററിൽ തന്നെ കാണും എന്ന് വിശ്വസിക്കുന്നു. ഇറ്റ്സ് മെന്റ് ടു ബി എ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. ഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂ അങ്ങനെ ഉദ്ദേശിച്ച് തന്നെയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇപ്പോഴാണ് എനിക്കത് സ്ട്രൈക്ക് ചെയ്തത്. ആക്ച്വലി എൻ്റെ ആദ്യത്തെ സിനിമ തരംഗം പ്രൊഡ്യൂസ് ചെയ്തത് വണ്ടർ ബാർ ഫിലിംസും മിനി സ്റ്റുഡിയോ ആയിരുന്നു. അപ്പോൾ മിനി സ്റ്റുഡിയോൻ്റെ കൂടെയുള്ള എൻ്റെ സെക്കൻഡ് അസോസിയേഷനാണ് അനന്തൻകാട്. അപ്പം അങ്ങനെ ഒരു കണക്ഷൻ കൂടെ ഉള്ളത് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും 25-ാം തീയതി മുതൽ അനന്തൻകാട് തിയേറ്ററിൽ കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. Thank you so much, Shanti ma'am. So we all know
മ്യൂസിക് ഹാസ് ദ പവർ ടു ക്രിയേറ്റ് വേൾഡ്സ്. നമ്മളെല്ലാവരും ഇന്ന് ഈ ഒരു വേദിയിൽ ഓരോ ട്രെയിലർ 2 തവണ കണ്ടപ്പോഴും നമ്മളുടെ ഉള്ളിൽ ആ ഒരു എമോഷൻസ് നൽകിയത് ഈ ഒരു മൂവിയുടെ മ്യൂസിക് തന്നെയാണ്. അപ്പോൾ ഏറെ സ്നേഹപൂർവ്വം അടുത്തതായി വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ അനന്തൻ കാടിന്റെ മ്യൂസിക് ഡയറക്ടർ അജനീഷ് ലോക്നാഥ് സാറിനെയാണ്. നല്ലൊരു കൈയടികളോടുകൂടെ തന്നെ ഈ സാറിനെയും നമുക്ക് ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. കൈൻഡ്ലി എക്സ്ക്യൂസ് മീ മൈ മലയാളം. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അനന്തൻ കാട് മൂവി എൻ്റെ മലയാളം ഡെബ്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. കുറേ വർഷങ്ങളായിട്ട് എനിക്ക് കുറേ ഇൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു, കുറേ ഡിസ്കഷൻ ആയിട്ടുണ്ട്. പക്ഷേ ഐ ഓൾവേസ് ഹാഡ് എ ഫിയർ ടു ഡെബ്യൂ ഇൻ മലയാളം ബിക്കോസ് വി ഹാവ് എ ഗ്രേറ്റ് റെസ്പെക്ട് ഫോർ മലയാളം മൂവീസ് ഇൻ കർണാടക. സോ ഐ വാസ് വെരി കോൺഷ്യസ് എനിക്ക് എൻ്റെ ഡെബ്യൂ മലയാളത്തിൽ നല്ല പടമായിരിക്കണമെന്ന്. ഫസ്റ്റ് എനിക്ക് ഇങ്ങനെ കോൾ വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് കണ്ടത് മുരളി ഗോപി സാറിൻ്റെ പേരാണ്. ആക്ച്വലി നിങ്ങളുടെ ഫാനാണ് സാർ നിങ്ങളുടെ റൈറ്റിങ്ങിന്. സോ ദാറ്റ് വാസ് ഫോർ ദ ഫസ്റ്റ് റീസൺ. പിന്നെ അറിഞ്ഞത് എനിക്ക് GN സാറിൻ്റെ ടിയ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പൃഥ്വിരാജ് സാറിൻ്റെ. സോ ഐ ലൈക്ക് ദറ്റ് ഫിലിം. സോ തേർഡ് പോയിന്റ്, GN സാർ പറഞ്ഞു അജനീഷ് എനിക്ക് ബഹളം വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കും വേണ്ട സാർ, എനിക്കും ഇഷ്ടമില്ല. സോ മ്യൂസിക് എനിക്ക് ഐ ആം എ വെരി സോഫ്റ്റ് ഗൈ. പക്ഷെ ഇന്റൻസ് ഉണ്ടാവും മ്യൂസിക്കിൽ, പക്ഷെ ബഹളം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ദാറ്റ് വാസ് ദ തേർഡ് റീസൺ ഐ അക്സെപ്റ്റഡ്. ആൻഡ് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ അനന്തൻ കാടിനെ എനിക്ക് ഡെബ്യൂ ചെയ്യുന്നത് മലയാളത്തിൽ. പടം is ready for release. There's an amazing story, amazing writing, amazing direction, amazing performances with all the artists. And Arya sir is very intense in the movie. Actually, Indian Chetan was like, in the Kannukudi Vedla Vannam, I background score chayappo. Very rarely it happens. It happened to me in Kantara when I saw Rishabh Shetty's performance in the climax. And music ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു കണ്ണുകൂടി വെള്ളം വന്നത് വന്നിട്ട് ഇന്ന് ചേട്ടൻ്റെ പെർഫോമൻസ് കണ്ടിട്ടാണ്. ഐ വാസ് റിയലി മൂവ്ഡ്. ദ മൂവി ഹാസ് കം ഔട്ട് റിയലി വെൽ. ഐ എം വെരി ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ബൈ മൈ വർക്ക് ആൻഡ് ബൈ ദ മൂവി. And I thank Mini Studios and Vinod Kumar sir for this opportunity. Thank you GN sir, thank you Murli sir, thank you Arya sir, and all of the artists has done really well. I am so happy. And I ellarum 25th June തിയേറ്ററിൽ വന്നിട്ട്, ബിക്കോസ് ഇത് തിയേറ്ററിൽ കാണാൻ പടമാണ്, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സൗണ്ടാണ്. പ്ലീസ് ഡു കം. ആൻഡ് മൈ മിക്സ് എഞ്ചിനീയർ Vishnu has done an amazing soft mix but very intense sound. So I'm so happy. Thank you so much. Please bless us. Thank you. സാറ് മലയാളിയല്ല എന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്ര മനോഹരമായിട്ട് തന്നെയാണ് മലയാളത്തിൽ സാർ പങ്കുവച്ചത്. And we are also super excited and waiting for that goosebump moment. And next, നമ്മളുടെ അനന്തൻ കാട് എന്ന ഒരു മൂവിയിൽ വളരെ മനോഹരമായിട്ട് അഭിനയിച്ച നമ്മളുടെ ചൈൽഡ് ആർട്ടിസ്റ്റ് ഇന്ന് നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. So ladies and gentlemen, let's put our hands together and welcome Surya Kiran onto the stage. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. മാത്രമല്ല ഇത്ര വലിയ പടത്തിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ എന്നെ മനസ്സിലായി ഞാനാട്ടോ നിൽക്കണേ. അത് ഞാനാണ്, ആർക്കും മനസ്സിലായില്ല അതൊന്ന് പറഞ്ഞാൽ. അപ്പോൾ 25-ാം തീയതി പടം റിലീസാവാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് എന്നെ സ്വീകരിക്കുക. താങ്ക് യു. No worries, prepared ഒന്നും ആവേണ്ട ഒരു ആവശ്യമില്ല. വളരെ കൂളായിരുന്നില്ലേ? യെസ്, നല്ലൊരു കൈയടി കൊടുക്കാം. താങ്ക് യു സോ മച്ച്. And every film begins with a great story. A writer, actor, and എല്ലാത്തിനും ഉപരിയായി നമ്മളുടെ ഒരു ഗ്രേറ്റ് തിങ്കർ. ഏറെ സ്നേഹപൂർവ്വം നമ്മളുടെ അനന്തൻ കാട് എന്ന മൂവിയുടെ റൈറ്ററും ആക്ടറുമായിട്ടുള്ള മുരളി ഗോപി സാറിനെ ഏറ്റവും ബഹുമാനപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ ഒരു വേദിയിൽ വന്ന് സംസാരിച്ച എല്ലാ ആർട്ടിസ്റ്റും ഒരേ ശബ്ദത്തിൽ പറഞ്ഞ ഒരു സപ്പോർട്ടിംഗ് നെയിമാണ്
മുരളി സാറിൻ്റെത് ഏറെ സ്നേഹപൂർവ്വം സാറിനെ ഞാൻ മൈക്ക് കൈമാറുകയാണ്. സോ വെൽക്കം ടു ദി സ്റ്റേജ്. നമസ്കാരം. ഞാനത് പല വേദികളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ഞാൻ എഴുതിയ സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സിനിമയെക്കുറിച്ച് ഏറ്റവും കുറച്ച് സംസാരിക്കേണ്ടത് എൻ്റെ റൈറ്ററാണ്. കാരണം ഒരു എക്സ്പെക്റ്റേഷനിൽ മാത്രമേ റൈറ്ററിന് ഇരിക്കാൻ പറ്റൂ. ചെയ്തത് നന്നായി എന്ന വിശ്വാസത്തിൽ, അത് സ്വീകരിക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കാൻ മാത്രമേ ഒരു റൈറ്ററിന് അവകാശമുള്ളൂ. എന്നിരുന്നാലും അനന്തൻകാട് എന്ന ഈ ചിത്രം എൻ്റെ ഹൃദയത്തിൽ വളരെ അടുത്തുള്ളൊരു സിനിമയാണ്. ഇതിൻ്റെ കഥാതന്തു വളരെ മുമ്പ് വന്ന് വീണൊരു കാര്യമാണ്. ഇത് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തിരുവനന്തപുരത്ത്, നിങ്ങൾക്കറിയാമോ എന്നറിയില്ല, തിരുവനന്തപുരത്തിൻ്റെ ഒരു പുരാതനമായ നാമമാണ് അനന്തൻകാട് എന്ന് പറയുന്നത്. എല്ലാ നഗരങ്ങളും ഒരു കാലത്ത് വലിയ വനങ്ങളായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ കെട്ടിപ്പടുത്ത മോഡേണിറ്റിയുടെയും സിവിലൈസേഷൻ്റെയും ഒക്കെ സർഫസ് സ്ക്രാച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതിനകത്തൊരു വലിയ വനത്തെ കാണാൻ പറ്റും. അപ്പോൾ ആ വന്യത എത്ര തന്നെ ഡെവലപ്മെന്റ് വന്നാലും, എത്ര തന്നെ മോഡേണിറ്റി വന്നാലും, നമ്മളുടെ ഹൃദയങ്ങളിൽ ആ വന്യത ഇപ്പോഴും അതുപോലെ തുടരുന്നു എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കും അനന്തൻകാട്. പിന്നെ ടിയാന് ശേഷം എൻ്റെ സഹോദരൻ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരോടാണ് കൃഷ്ണകുമാർ. അപ്പോൾ കൃഷ്ണകുമാറിന് വേണ്ടി ഈ ഒരു സിനിമ ടിയാൻ കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ടിയാൻ ചെയ്തപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു, വേദാന്തവും സ്പിരിച്വാലിറ്റിയും. അപ്പോൾ അന്ന് ഞാൻ അത് കഴിഞ്ഞപ്പോൾ കൃഷ്ണകുമാറിനൊരു വാക്ക് കൊടുത്തതാണ്. എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, തിരുവനന്തപുരത്തിനെ ബേസ് ചെയ്തിട്ടുള്ള, ഞാൻ കണ്ടതും കേട്ടറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുള്ള ഒരു കഥ ഞാൻ ഒരിക്കൽ തരാം, അതായിരിക്കും നമ്മുടെ സിനിമ എന്ന് പറഞ്ഞതാണ് രണ്ടാമത്തെ സിനിമ. അതിനുശേഷം ഇപ്പോൾ 8 വർഷമായി. 8 വർഷത്തിന് ശേഷമാണ് അത് സാധ്യമായത്. ഒരു വലിയ ക്യാൻവാസിലുള്ള ചിത്രമാണ്. ഇതിന് വലിയ പ്രൊഡക്ഷൻ വാല്യൂസ് ആവശ്യമാണ്. അപ്പോൾ അതിന് തയ്യാറായി വന്ന മിനി സ്റ്റുഡിയോസിൽ വിനോദ് കുമാറിനോട് എന്നെ നന്ദി അറിയിക്കുന്നു. ഇതിലെ ഓരോ കഥാപാത്രവും, അതിന് മുമ്പേ ഇരിക്കുന്ന ആര്യ, അപ്പാനി ശരത്, ദേവ്മോഹൻ, ശാന്തി, നിഖില, ഇന്ദ്രസേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ചങ്കാണ്. ഞങ്ങള് അഭിനയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി, ഞങ്ങൾ 8 സിനിമയായി എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ എനിക്ക് മനസ്സിലാവുന്നത്. 8ാമത്തെ സിനിമ എന്നുമാണ്. ഓരോ തവണ ഇന്ദ്രസേട്ടനെ കാണുമ്പോഴും ഒരു എനർജി എനിക്ക് ഇന്ദ്രസേട്ടൻ്റെ കിട്ടാറുണ്ട്. ഇന്ദ്രസേട്ടൻ്റെ ഒരു നൈസർഗികമായ എല്ലാം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ദ്രസേട്ടനോട് വർക്ക് ചെയ്യാൻ. അതുപോലെ ഇതിലെ ഓരോ കഥാപാത്രത്തിനും തികച്ചും അനുയോജ്യരായിട്ടുള്ളവരെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ ആര്യ, നാൻ കടവുൾ എന്ന് പറയുന്ന ബാലാസാറിന്റെ സിനിമ ഞാൻ കാണുന്ന മൊമെന്റ് തൊട്ട് ഈ കഥാപാത്രത്തിന്റെ ആദ്യത്തെ വാക്കുകൾ കടലാസിൽ പതഞ്ഞ നേരം തൊട്ട് എൻ്റെ മനസ്സിലുള്ളൊരു മുഖമാണ് ഇത്, എൻ്റെ മനസ്സിലുള്ളൊരു ശാഠ്യമാണ് ഇത് ആര്യ തന്നെ ചെയ്യണം എന്നുള്ളത്. കാരണം ഹിസ് ഇന്റൻസ് ഐസ്, the kind of gravitas that he brings to the table, ഇതൊക്കെ വളരെയധികം ആവശ്യമുള്ളൊരു കഥാപാത്രമാണ് ഇതിലെ മെയിൻ ക്യാരക്ടറായ വെട്ടിയുടെ ക്യാരക്ടർ. പിന്നെ നമ്മുടെ ഡിയർ സോൾസ്, അപ്പാനി, ദേവ്, എല്ലാവരും ഇതിന് അനുയോജ്യരായിട്ടുള്ള നടന്മാരാണ്. ശാന്തി, ഇതിൽ ഏറ്റവും ഇന്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ശാന്തി ചെയ്യുന്നത്. എനിക്ക് ഒരു റൈറ്ററിനെ സന്തോഷിപ്പിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ പാടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് എന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ ഉൾപ്പെടെ ഉള്ളത് അത് ശരിയാണോ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, ഞാൻ എൻ്റെ കഥാപാത്രം ചെയ്യുമ്പോഴും ബാക്കി ആര് ചെയ്താലും എപ്പോഴും ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ നടന്മാരും ഇതിൽ, അഞ്ജലി, സാബു, എല്ലാവരും ഇവിടെ സന്നിഹിതരായിട്ടുള്ളവരുടെ പേര് ഞാൻ പറയുന്നില്ല എന്നുള്ളത്, ജയരാഘവൻ ചേട്ടൻ, സുനിൽ, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ പറഞ്ഞുകൊള്ളുന്നു. പിന്നെ ഒരു സിനിമ, അതിൻ്റെ സ്കോറും അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും അതിൻ്റെ സൗണ്ട് ഡിസൈനും ബാക്കി എല്ലാ മേഖലകളും കൂടെ ഒത്തൊരുമിച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ സിനിമ പരിപൂർണമാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എൻ്റെ സിനിമാറ്റോഗ്രാഫറായ യുവ, സൗണ്ട് ഡിസൈനേഴ്സായ വിഷ്ണു, അരുൺ, പിന്നെ അജ്നേഷ്,
സ്കോറ് ആണ് സിനിമയുടെ പാരലൽ നറേറ്റീവ്, സെക്കൻഡ് നറേറ്റീവ് എന്ന് പറയുന്നത്. സ്കോറ് ഫെയിൽ ചെയ്താൽ സ്കോറിൻ്റെ ഒരു പാരലൽ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട് എപ്പോഴും ഒരു സിനിമയിൽ. ഞാൻ മ്യൂസിക്കിനാണ് ഇപ്പം എഴുതുന്ന സമയത്ത് വരെ എനിക്ക് മ്യൂസിക് കേട്ടുകൊണ്ട് എഴുതുന്ന ഒരാളാണ് ഞാൻ. കേൾക്കുന്നു പറഞ്ഞാൽ ഉള്ളിൽ കേട്ടുകൊണ്ട്. അപ്പോൾ സ്കോറിനെ കുറിച്ചും സ്കോർ ഒരു സിനിമയ്ക്ക് കൊടുക്കുന്ന ഒരു പാരലൽ നറേറ്റീവിനെ കുറിച്ചും എപ്പോഴും വളരെയധികം ബോധവാനായ ഒരു എഴുത്തുകാരനാണ് ഞാൻ. ആ നിലയിൽ ഇതിൻ്റെ സ്കോറിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ 25-ാം തീയതി തിയേറ്ററിലെത്തുകയാണ്. ഒരു വലിയ ഓഡിയോ വിഷ്വൽ ഡിസൈനുള്ള ഒരു സിനിമയാണിത്. അതുകൊണ്ട് ഇത് തിയേറ്ററിൽ തന്നെ നിങ്ങൾ ചെന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി. താങ്ക് യു. എൻ്റെ സ്വന്തം എനിക്കൊരു ചേട്ടനുണ്ട്. എൻ്റെ ഏറ്റവും മൂത്ത ചേട്ടനായിട്ട് ഞാൻ എപ്പോഴും കാണും. ഞങ്ങൾ കണ്ടുമുട്ടിയിട്ട് ഏകദേശം ഒരു 10-13 വർഷത്തിന് മുമ്പാണ്. പക്ഷേ ആ കാഞ്ചി എന്ന് പറയുന്ന സിനിമയിലാണ്. അന്ന് മുതൽ ഞങ്ങൾ തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ട്. ഞാൻ എപ്പോഴും എനിക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലോ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലോ എപ്പോഴും ഷെയർ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ചേട്ടൻ. അപ്പോൾ അതെപ്പോഴും ഒരു അഡ്വൈസ് ചെയ്യിക്കുന്ന എൻ്റെ ഒരു മൂത്ത ചേട്ടനായിട്ട് എപ്പോഴും കാണാറുണ്ട്. എൻ്റെ വിജയങ്ങളിലും എൻ്റെ പരാജയങ്ങളിലും എപ്പോഴും ഇതെല്ലാം ജീവിതത്തിലുള്ളതാണെന്ന് എന്നോട് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരാളാണ്. അപ്പോൾ മുരളിച്ചേട്ടൻ ഇല്ലെങ്കിൽ തന്നെ ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി സംസാരിക്കാനും പറ്റില്ലായിരിക്കും. പിന്നെ ഇങ്ങനൊരു സിനിമ ഒരു പ്ലാൻ ഉണ്ടാവുകയും ഇങ്ങനൊരു വലിയൊരു ക്യാൻവാസ് ആണെന്ന് തീരുമാനിക്കുകയും ഇതൊരു വലിയ സിനിമയാണെന്ന് നമ്മൾ തീരുമാനിച്ച മൊമെന്റിൽ ഇതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന വിനോദ് കുമാർ, വിനോദുമായിട്ട് അതിനു മുമ്പ് ഞങ്ങളൊരു ചെറിയൊരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിനോദിനെ കുറച്ച് മുമ്പേ അറിയാം. അപ്പോൾ വിനോദിനോട് ഞങ്ങളിങ്ങനെ സംസാരിക്കുകയായിരുന്നു ഇങ്ങനൊരു വലിയ പ്രോജക്റ്റ് ആണെന്ന്. അപ്പോൾ ഡെഫിനറ്റായിട്ട് ഇത് വിനോദ് ഇല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ പ്രോജക്റ്റ് മൗണ്ട് ചെയ്ത് വരില്ലായിരുന്നു. പിന്നെ അടുത്ത് ആര്യ സാർ. ഞങ്ങളിങ്ങനെ ചേട്ടൻ പറയുന്നതുപോലെ ഇതിൻ്റെ ഒരു തോട്ട് സംസാരിച്ചു തുടങ്ങി. ഫസ്റ്റ് ഇങ്ങനെ വെട്രി എന്നൊരു കഥാപാത്രം അതിനകത്ത് രൂപപ്പെടുമ്പോൾ തന്നെ എന്നോട് മുരളിച്ചേട്ടൻ പറഞ്ഞിരുന്നു ഇത് ആര്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ വിനോദുമായിട്ട് അതിന് മുമ്പുള്ള സിനിമ ചെയ്ത എനിമി ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിനോദിനോട് സംസാരിക്കുക, അങ്ങനെ ആര്യ സാറിനോട് പോയി ആദ്യം ഒരു തോട്ടാണ് പറയുന്നത്. കേട്ടപ്പോൾ തന്നെ ആര്യ സാർ ഓക്കെ പറഞ്ഞു. അതിനുശേഷം ഡീറ്റെയിൽ സ്ക്രിപ്റ്റ് കേട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ആ മൊമെന്റ് എല്ലാം കഴിഞ്ഞു പോയി. എനിക്ക് ഉള്ളിലൊരു ആര്യ സാറാണ് ചെയ്യുന്നത്, അത് നമുക്ക് ഡൗട്ടില്ല, ചെയ്യുന്നുണ്ട്. പക്ഷേ ആര്യ സാറിനെ ഇതിന് ഞങ്ങൾ ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് തന്നെ ഒരു വലിയ സീക്വൻസിലാണ് ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതിനുള്ളൊരു വലിയ സീക്വൻസിൽ തുടങ്ങുന്നത് കുറച്ച് ഫിസിക്കലി മെന്റലി ഒക്കെ കുറച്ച് സ്ട്രെയിൻ ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ്. ആ സീക്വൻസ് ഷൂട്ട് ചെയ്യുമ്പോഴും എല്ലാം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉള്ളിലുണ്ട്, ഇത് ആ സാറ് ചെയ്ത് ആ ക്യാരക്ടറിലേക്ക് വന്നത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ മൊമെന്റും കഴിയുമ്പോൾ എന്താണോ മുരളിച്ചേട്ടൻ എന്നോട് പറഞ്ഞത്, സ്ക്രിപ്റ്റിൽ പറഞ്ഞത് അല്ലെങ്കിൽ എഴുതിയിട്ടുള്ളത്, അതിന്റെ മേലെയായിരുന്നു ആര്യ സാറ് ഓരോ സീക്വൻസും ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത്. ഇതിപ്പോ റൗണ്ട് അപ്പ് ചെയ്ത് ആ സിനിമ കഴിയുമ്പോൾ ആ വെട്രി എന്നുള്ള കഥാപാത്രം എത്ര വളരെ മനോഹരമായിട്ട് ആര്യ സാർ ചെയ്തിട്ടുള്ളത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതിനകത്തുള്ള ഓരോരുത്തരെ പറ്റിയും പറയാനുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള ഒരാൾ ഇന്ദ്രൻ സേട്ടനാണ്. ഇന്ദ്രൻ സേട്ടൻ അതുപോലെ 2-3 പേരുണ്ട് ഈ സിനിമയിലേക്ക്. ഇതിന്റെ ഒരു എഴുത്ത് തുടങ്ങുന്നതിന് മുമ്പേ മുരളിച്ചേട്ട സ്റ്റോറി പറഞ്ഞ് അതിന്റെ ഒരു സ്ക്രിപ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഈ കാസ്റ്റ് ലിസ്റ്റിലേക്ക് വന്നത്. അതിലൊരാളാണ് ഇന്ദ്രൻ സേട്ടൻ. കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന കഥാപാത്രം ഇതാണ് എന്ന് പറയുന്ന മൊമെന്റിൽ ഞാൻ മുരളിച്ചേട്ടൻ കൂടി ഇരിക്കുമ്പോൾ ഇത് ഇന്ദ്രൻ സേട്ടനാണെന്ന് പറയുകയും അപ്പൊ തന്നെ ഇന്ദ്രൻ സേട്ടനെ മുരളിച്ചേട്ടൻ ഫോൺ ചെയ്യുകയായിരുന്നു. മുരളിച്ചേട്ടന്റെ ഫോണിലൂടെയാണ് ഞാൻ ഇന്ദ്രൻ സേട്ടനോട് സംസാരിക്കുന്നതാണ്. നേരത്തെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മുതൽ ഇന്ദ്രൻ സേട്ടനോട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാലം. ഞാൻ ഡയറക്ടർ ചെയ്ത പടങ്ങളിലൊന്നും ഇന്ദ്രൻ സേട്ടൻ എന്നോട് വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ക്ലാപ്പ് അടിച്ചു തുടങ്ങുന്ന സിനിമയിൽ തന്നെ ഇന്ദ്രൻ സേട്ടനുണ്ട്. അങ്ങനെ ഇന്ദ്രൻ സേട്ടനോട് ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇന്ദ്രൻ സേട്ടനോട് അടുത്തൊരു കാര്യം പറഞ്ഞു, ഒരു 100 ദിവസം ഈ സിനിമയ്ക്ക് വേണ്ടി വേണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നു ഇന്ദ്രൻ സേട്ടൻ ആ സമയത്ത് അത് ചിലപ്പോൾ ഓക്കെ ആവാൻ സാധ്യതയില്ല, കാരണം ഇന്ദ്രൻ സേട്ടൻ എല്ലാ പടങ്ങളിലും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി 100 ദിവസം ഈ സിനിമയ്ക്ക് വേണ്ടി നിന്നു. മാത്രമല്ല കുറച്ച് ഫിസിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇന്ദ്രൻ സേട്ടൻ അത് ചെയ്തിട്ടുള്ളത്. ഓരോ ഷോട്ടിൽ എനിക്ക് പറയുമ്പോഴൊക്കെ വിഷമമുണ്ട്. ഇത് എങ്ങനെയാണ് ഇന്ദ്രൻ സേട്ടനോട് പോയി പറയേണ്ടത്, ഇത് എങ്ങനെ ചെയ്യും ഇന്ദ്രൻ സേട്ടനെ ചെയ്താൽ അത് വിഷമാവോ എന്ന്.
പക്ഷെ അതൊന്നും മറച്ചു വെക്കാതെ ഞാൻ പോയി പറയും ചേട്ടാ ഇതാ ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് ഒരു വിഷമവും ഇല്ലാതെ ഇന്ദ്രൻ ചേട്ടൻ എനിക്ക് വേണ്ടി ഈ സിനിമയിൽ അങ്ങേറ്റം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എനിക്ക് ആ ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റാഞ്ഞിട്ടാണ്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ അതുപോലുള്ള ഇതിനകത്തുള്ള എല്ലാവരും ഓരോരുത്തരെയും പേരെടുത്ത് പറയാനുണ്ട്. ദേവ്, ശരത്ത്, ശാന്തിയെ പറ്റിയൊക്കെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ശാന്തി അത്രയ്ക്ക് ഭയങ്കര ഇന്റൻസ് ആയ ഒരു ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത്. അത് എഴുതി വെച്ചതുപോലെ സ്ക്രീനിൽ വരണം എന്ന് ഒരുപാട് പ്രതീക്ഷയോടെയാണ് അത് ചെയ്യുന്നത്. അപ്പം ചില സമയത്ത് അത് അങ്ങനെ ഒരു വീട്ടിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ പ്രശ്നമാകുന്ന പല സീൻസുകളുമുണ്ട്. അത് വളരെ മനോഹരമായിട്ട് ശാന്തി ചെയ്തിട്ടുണ്ട്. അതുപോലെ ജയരാജൻ ചേട്ടൻ ഇതിനകത്ത് പലരുടെയും പേരുകൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് മുരളിച്ചേട്ടൻ്റെ സ്ക്രിപ്റ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ ക്യാരക്ടർ പോലും, ഇപ്പോ നമ്മുടെ പൊടിയൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, പൊടിയൻ പോലും ഇതിനകത്ത് ചെറിയ ക്യാരക്ടേഴ്സ് പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഇവരെ വെച്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഓരോ ക്യാരക്ടറിനും അവരുടേതായ ഡീറ്റെയിൽസും മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അങ്ങനെയുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ ആർട്ടിസ്റ്റുകളെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഈ സിനിമ ചെയ്യാൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത എൻ്റെ കൂടെയുള്ള ഒരു ക്രൂ ലിസ്റ്റ് ഉണ്ട്. അതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയേണ്ടത്. കാരണം 120 ദിവസം 125 ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്തു ഈ പടം. അതിനൊരു 6 മാസം മുമ്പേ എന്നോടൊപ്പം ട്രാവൽ ചെയ്തു. അതിനുശേഷം പോസ്റ്റ് പ്രൊഡക്ഷൻ സൈഡിലേക്ക് ട്രാവൽ ചെയ്തു. അത് ഡീവ, എൻ്റെ ക്യാമറാമാൻ, കഴിഞ്ഞ 2 തമിഴ് സിനിമകളിലും എൻ്റെ ക്യാമറാമാൻ ആയിരുന്നു. അപ്പം ഞാൻ അവരെല്ലാം ചൂസ് ചെയ്യുന്ന സമയത്ത് അവരെന്നോടൊപ്പം അവരെ വർക്ക് ഏറ്റവും നല്ല വർക്കുള്ള ആളുകളെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ എന്നോടൊപ്പം ഞാൻ എന്ത് മനസ്സിൽ കരുതുന്നോ അത് എടുത്തു തരാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അങ്ങനെ യുവയുടെ എക്സലന്റ് വർക്കായിരിക്കും ഇത്. അത് കഴിഞ്ഞാൽ എഡിറ്റർ രോഹിത്തൊക്കെ ഏകദേശം 2 വർഷമായിട്ട് ഇതിന്റെ പിന്നിലാണ്. ആക്ഷൻ മാസ്റ്റർ ശക്തി ശരവണൻ, അങ്ങനെ ഒരുപാട് പേരെ പറയാനുണ്ട്. രഞ്ജിത്തിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇതിന്റെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്ത രഞ്ജിത്ത്, പ്രൊഡക്ഷൻ ഡിസൈനർ രഞ്ജിത്ത്. അങ്ങനെ ചിലപ്പോൾ പേരുകൾ ചിലപ്പോൾ വിട്ടുപോയേക്കാം. വിഷ്ണു, നമ്മുടെ സൗണ്ട് മിക്സിംഗ് വിഷ്ണുക്ക് അവിടെ ഇരിപ്പുണ്ട്. അരുണ് SFX. ഇങ്ങനെ ഇപ്പൊ ഞാൻ ഈ പറയുന്ന ആളുകളെല്ലാം ഈ സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ്. സിനിമ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, സൗണ്ട് ഡിസൈൻ എല്ലാം. ഞാൻ പറയാൻ മാറ്റിവെച്ച് പോയതാണ് അജിനേഷാണ് ഇതില് എനിക്ക് അജിനേഷ് വേണം ഇതിന്റെ മ്യൂസിക് എന്ന് ഞാൻ തീരുമാനിക്കുന്ന സമയത്ത് എനിക്ക് അജിനേഷിനെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു വഴിയില്ല. എനിക്ക് എൻ്റെ നമ്പറില്ല. ഇവിടെ ആരോടും ചോദിച്ചാൽ ഇവിടെ ആരെ കയ്യിലും നമ്പറില്ല. അങ്ങനെ ഞാൻ പല വഴി നോക്കി അവസാനം അജിനേഷിന്റെ നമ്പർ എടുത്ത് ഞാൻ ഡയറക്റ്റ് വിളിക്കുകയായിരുന്നു. വിളിച്ചപ്പോൾ അജിനേഷിന്റെ ആദ്യത്തെ ചില തിരക്കുകളൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞു, അജിനേഷ് എന്നെ ഈ സിനിമ ചെയ്യണം, ഇങ്ങനെ മുറിച്ചെടുത്ത സ്ക്രിപ്റ്റാണ്, ഞാൻ ഡയറക്റ്റ് ചെയ്തതാണ്. അതിനുശേഷം ഞാൻ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ചെയ്യില്ലായിരിക്കാം. ഒരു ദിവസം ഈവനിങ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാനിത് ചെയ്യുന്നുണ്ട്, എന്താ കാര്യം? എനിക്ക് നിങ്ങളോട് സംസാരിച്ചപ്പോൾ എന്തൊരു ബോണ്ടിങ് ഫീൽ ചെയ്തു, അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അജിനേഷ് വരുന്നത്. അജിനേഷ് ഒരു സമയത്തും നമ്മൾ എന്താണോ മനസ്സിൽ കാണുന്നത് അത് അതിമനോഹരമായിട്ട് അജിനേഷ് എൻ്റെ RR ചെയ്യുന്നു. ഞാൻ പറയേണ്ട കാര്യമില്ല. അതിനാണ് അജിനേഷിനെ കൊണ്ടുവന്നത്. ഞാൻ എന്തിനാണോ അജിനേഷിനെ കൊണ്ടുവന്നത് ഈ സിനിമയിൽ, അത് വളരെ ഹാപ്പിയാണ്, അത് ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ എൻ്റെ കൂടെ എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, മേക്കപ്പ് മാൻ, കോസ്റ്റ്യൂമർ, പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രണവ്, എല്ലാവരുടെയും ചില ആളുകളുടെ ആരുടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബിനോയ്, CG, എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റിയത്. ഞാൻ 25-ാം തീയതി സിനിമ വരികയാണ് തിയേറ്ററിൽ. എല്ലാവരും കാണുക. ഇത് തിയേറ്ററിൽ തന്നെ കാണേണ്ടതാണ്. പിന്നെ ഒരു ഡയറക്ടർ, എല്ലാ ഡയറക്ടേഴ്സും പറയുന്നതാണ് ഇത് എല്ലാവരുടെയും സിനിമ കാണണം, മനോഹരമാണ്. അങ്ങനെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കാണും സിനിമ. കൂടുതൽ ഒരു ഡയറക്ടർക്ക് പറയാൻ പറ്റില്ല. അത് എന്തായാലും നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന, ഇഷ്ടപ്പെടുത്തുന്ന സിനിമയായിരിക്കും. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഡബിങ് സ്റ്റേജിലാണ് ഇതിൻ്റെ റൈറ്റർ മുരളിച്ചേട്ട ഈ സിനിമ കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു ഫൈനൽ കട്ട് ചെയ്യുന്ന സമയത്ത്
ഒരു പ്രാവശ്യം കണ്ടു. ഞാൻ അന്ന് മുരളിച്ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇതിന്റെ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ വന്ന് കാണും സിനിമ. അതിനുശേഷം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 6 months മുരളിച്ചേട്ടൻ്റെ തിരക്കിലേക്ക് പോയി. ഞാൻ ഇതിന്റെ ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷനും എല്ലാം ചെയ്യായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഫസ്റ്റ് കോപ്പി ആക്കി സെൻസറിങ് കഴിഞ്ഞ് മുരളിച്ചേട്ടന് ഒരു 3 ദിവസം മുമ്പ് സിനിമ കാണിച്ചു. ഒരുപാട് പേര് സിനിമ കണ്ടിട്ടുണ്ട്. ഇതിന്റെ ടെക്നിക്കൽ ക്രൂവിലുള്ളവരും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും പലരും സിനിമ കണ്ടിട്ടുണ്ട്. അവരൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്, ചില സജഷൻസ് പറഞ്ഞവരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഞാൻ അതിനെല്ലാം വില കൊടുക്കുന്നു, നല്ലതും ചീത്തയും പറഞ്ഞ വിലകളോട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം മുരളിച്ചേട്ട സിനിമ തിയേറ്ററിൽ വന്നിരുന്ന് കാണുന്ന സമയത്ത് എനിക്കുള്ള ഒരു ടെൻഷനുണ്ട്. കാരണം ഈ സിനിമ എഴുതി വെച്ച് ഇത് ഇമാജിൻ ചെയ്ത് ഇത് ഉണ്ടാക്കിയാണെന്ന് പറയാം. ഈ സിനിമ അദ്ദേഹം കണ്ടിട്ടുള്ള ഒരു സിനിമയുണ്ട്, അദ്ദേഹം ഇമാജിൻ ചെയ്തൊരു സിനിമയുണ്ട്. അപ്പൊ ആ സിനിമ ഒരു ഡയറക്ടർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയോ എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ. എനിക്ക് വേറെ മറ്റെല്ലാവരും പറയുന്നതിനെക്കാളും അതിന്റെ റൈറ്റർ അല്ലെങ്കിൽ മുരളിച്ചേട്ടൻ അത് എനിക്കിഷ്ടമായി, അല്ലെങ്കിൽ അതിനകത്തൊരു കുഴപ്പമുണ്ട് എന്ന് പറയുന്ന സജഷനാണ് എനിക്ക് ഏറ്റവും വാല്യൂഡ് ആയിട്ടുള്ളത്. അപ്പൊ ഒരു 3 ദിവസം മുമ്പാണ് കാണുന്നത്. പടം ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ട് എന്നോട് നന്നായി, കാരണം മുരളിച്ചേട്ടൻ വളരെ വിരളമായിട്ടേ അങ്ങനെ പറയാറുള്ളൂ, ഇല്ലെങ്കിൽ കൊള്ളില്ല അല്ലെങ്കിൽ സജഷൻസ് പറയാറുള്ളൂ. അപ്പം അത് ഞാൻ എഴുതി വെച്ച റൈറ്റർക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത്. എല്ലാവരും സിനിമ കാണുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കും. താങ്ക് യു.